മയ്യത്ത് മസ്ബൂക്കായാലും അല്ലാത്ത മസ്ബൂക്കായമാർക്ക് തന്നെയാണ് മയ്യത്ത് മസ്ബൂക്കായാലോ എന്നാ ചോദ്യം. നല്ല ചോദ്യമാണ് അല്ലേ? അറിഞ്ഞിരുന്ന നല്ലതാ. ഇതിങ്ങനെ മനുഷ്യന്മാർ നിന്ന് വലിയടങ്ങാറാണെടുത്ത് ആണേക്കാരൻ ഒരാളോടെ ആദംകാരിയിലുണ്ടാണ് ഓനെ കാത്തുനിന്ന് ഓട് കയറിപ്പോണ്ട് വേറെ ആള് വരുന്നു, പിന്നെ ഓനെയും കാത്ത് അങ്ങനെ നിൽക്കരുത്. ഈ ആളുകൾ അങ്ങനെ നിർത്തി ഇടങ്ങാറാക്കാൻ പാടില്ല. ആ നിശ്ചയിച്ച സമയമായാലും മേലത്തിൽ 1 മിനിറ്റോ 1.5 മിനിറ്റോ ഒക്കെ നിൽക്കുക എന്നല്ലാതെ പിന്നെ അവിടെ അങ്ങനെ ഓരോരുത്തർ വരുന്നതിനൊക്കെ അത് കാത്തുക്കാൻ പാടുണ്ടോ? അത് എന്താണോ നിൽക്കണത് ഓൾക്ക് പിന്നെ അറിയില്ല പിന്നെ വന്ന് എന്താ കാട്ടേണ്ടതെന്നുള്ളത്. നിസ്കാരം തുടങ്ങിയിട്ട് മയ്യത്ത് തുടങ്ങിയിട്ട് ഇടയിൽ വന്ന് തുറന്നാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അത് ഞാനൊന്ന് പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പ്രധാനമായിട്ട് ഇമാമ് 2ാമത്തെ തക്ബീറിലായിരുന്നു. ഇപ്പോൾ 2ാമത്തെ തക്ബീറിൽ സ്വലാത്തില്ലാണ്. അപ്പോഴാ ഇവൻ വന്നിട്ട് ഇവൻ തക്ബീർ കട്ടലും ഇമാം 3ാമത്തെ തക്ബീറിനെ കെട്ടി. എന്നാ ഈ ബന്ധുവിന് 3ാമത്തെ തക്ബീർ കെട്ടണം. ഓന്റെ ഫാത്തി ആരെ ഏറ്റെടുക്കും? മസ്ബൂക്കാണ്. ഈ മൗമുമിന് ഫാത്തി ഓതാനുള്ള സമയം തട്ടില്ല. ഓൻ തക്ബീർ ചെല്ലി ബിസ്മി ചെല്ലലോട് കൂടെ മൗമും 3ാം തക്ബീറിലേക്ക് പ്രവേശിച്ചാൽ ഓൻ എന്ത് ചെയ്തോളണം? ഓന്റെ ഫാത്തി ആരെ ഏറ്റെടുത്തു? ഇമാമ്. അടുത്ത തക്ബീറിൽ ഓൻ സ്വലാത്തും ഇല്ല. ഇമാമ് അതിന് വേണ്ടി ദ്വാരക്കാരം. പിന്നെ ഇമാമ് തക്ബീർ ചെല്ലുമ്പോൾ ഇവൻ ദ്വാരക്ക. ഇവന്റെ 3ാം തക്ബീർ കാരം. പിന്നെ ഇമാമ് സലാം വീട്ടും. അപ്പോൾ ഒരു തക്ബീറും ചൊല്ലിയിട്ട് ഇവൻ എന്താക്കണം? സലാം വീട്ടണം. മനസ്സിലായില്ലേ? വേഗം മനസ്സിലായാൽ നമുക്ക് വേഗം പിരിച്ചിടാം. ഫാത്തി ഓതണ്ട. ഫാത്തി ആരെ ഏറ്റെടുത്തു? ഇമാമ ഏറ്റെടുത്തു. മറ്റേ സ്കാരത്തിന്റെ മാർക്ക് തന്നെയാണ്. മനസ്സിലായപ്പോൾ അൽഹംദുലില്ലാ പല സുന്നത്തുണ്ട്. അത് സുന്നത്തുകൾ കുറേ ഉണ്ട്. മയ്യത്ത് സ്കീറും അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്. കാരണം ഈ 3ാമത്തെ തക്ബീറിലാണ് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത്. മയ്യത്തിന് വേണ്ടിയുള്ള ആ ദുആ സ്വീകാര്യമാവാനാണ് ആദ്യ തക്ബീർ ഫാത്തിഹ, 2ാമത്തെ സ്വലാത്ത്. പിന്നെ ദുആക്കുറ ഹംദും വേണ്ടേ? ആ ഹംദ് എപ്പോഴാണ്? സ്വലാത്തിന്റെ മുമ്പ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ അല്ലാഹുമ്മ സ്വല്ലി മാത്രമല്ല സ്വല്ലി വസല്ലിം എന്ന് പറയണം. സാധാരണ നിസ്കാരത്തിൽ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിയാൽ മതി. അവിടെ സലാം ആദ്യം അസ്സലാമു അലൈക അയ്യുൻ നബി അത്തഹിയ്യാത്തിലുണ്ട്. ഇവിടെ അതില്ല. അതുകൊണ്ട് ഇവിടെ അല്ലാഹുമ്മ സ്വല്ലി വ സല്ലിം സ്വലാത്തും സലാമും പാടെ വേണം. അപ്പോഴാണ് പൂർണ്ണമാവുള്ളൂ. അല്ലെങ്കിൽ കറാഹത്താണ്. നിസ്കാരം ശരിയാവും.